എല്ലാവർക്കും സസ്നേഹമായ നമസ്കാരം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിതാംബരം നാരദം പരിവപ്രച്ഛ വാൽമീകിർ മുനിപുംഗവം. ഇത്തരത്തിൽ രണ്ട് മുനിമാരുടെ നാമങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത് തന്നെ. സുസ്പഷ്ടമാണ് രണ്ട് പേരുകളും, ഒന്ന് നാരദൻ, രണ്ട് വാൽമീകി. നാരദൻ എന്ന നാമം ഏത് പ്രകാരത്തിലുള്ളതാണോ അതേപോലെ തന്നെയാണ് വാൽമീകി എന്നുള്ള പേരും. അല്ലാതെ പിൽക്കാലത്ത് ചില ഐതിഹ്യങ്ങൾ ചമച്ച് ചിതൽപുറ്റിൽ നിന്നുണ്ടായതാണ് വാൽമീകി എന്ന് വാൽമീകി രാമായണത്തിൽ ഒരിടത്തും നമുക്ക് ലഭ്യമല്ല. പിന്നീട് 4000-5000 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട പുരാണ കഥകളിൽ കഥാരൂപത്തിൽ ചിതൽപുറ്റിൽ നിന്നുണ്ടായ രത്നാകരന്റെ ചരിതം പറയുന്നുണ്ട്. അത് 4000 വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയാൽ വാൽമീകി എന്നുള്ള പേര് സാധാരണ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന ഷോഡശകർമ്മത്തിലെ നാമകരണ പ്രകാരം ഇട്ട പേരാണ് വാൽമീകി എന്നുള്ളത്. രാമായണത്തിന് മുൻപ് വാൽമീകി എന്ന പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നാരദൻ എന്നുള്ളത് പോലെ തന്നെ സാധാരണ നാട്ടിൽ വിളിക്കപ്പെട്ട ഒരു പേരാണ് വാൽമീകി എന്നുള്ളത്. രാമായണത്തിന് മുൻപാണ് ഉപനിഷത്ത് കാലം. ഉപനിഷത്തിൽ ഒരു ഉപനിഷത്താണ് തൈത്തിരീയോപനിഷത്ത്. തൈത്തിരീയോപനിഷത്തിന് പ്രാതിശാഖ്യ ഗ്രന്ഥത്തിൽ വ്യാകരണ വിദ്വാനായ വാൽമീകി എന്ന വിദ്വാനെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ഉപനിഷത്തിനും ശിക്ഷാശാസ്ത്രങ്ങളുണ്ട്. എങ്ങനെയാണ് വേദമന്ത്രങ്ങളെ ഉച്ചരിക്കേണ്ടത് എന്ന് പറയുന്ന ശിക്ഷാശാസ്ത്രമാണ് തൈത്തിരീയ പ്രാതിശാഖ്യം എന്നുള്ളത്. അതിൽ വ്യാകരണ വിദ്വാനായ വാൽമീകിയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ നാമം വാൽമീകി ജനിക്കുന്നതിന് മുൻപേ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വാൽമീകി എന്നത് കേവലം ചിതൽപുറ്റിൽ നിന്നുണ്ടായതായി വാൽമീകി രാമായണത്തിൽ ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാൽമീകിയെ തപസ്വി എന്ന നിലയിൽ ദീർഘകാലമായി തപം ചെയ്ത നിരവധി ശിഷ്യസമ്പത്തുള്ള ഒരു മഹാത്മാവായി, മഹാമുനിയായി നമുക്ക് മനസ്സിലാക്കാൻ കൂടി സാധിക്കണം. ഇനി രത്നാകരനാണ് വാൽമീകി ആയത് എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കില്ല, അതിലൊന്നും നമുക്ക് പ്രശ്നവുമില്ല, അത് സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ വാൽമീകി രാമായണത്തിൽ അത്തരം ഒരു സൂചന ഇല്ലാത്തതുകൊണ്ട് തപസ്വിയായി വാൽമീകിയെ നാം മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ ഒരു സത്സംഗത്തിൽ പറയാൻ മനസ്സിൽ വന്നത്. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.